നമ്മുടെ കയ്യിലുള്ള ചെറുതേനീച്ച കോളനിയാണ് കേട്ടോ. തേനുകളിലെ ഏറ്റവും ഔഷധ ഗുണമേറിയതും വില കൂടിയ തേനും ചെറുതേനാണ്. നമ്മുടെ അടുത്തുള്ള പെട്ടി സ്പ്ലിറ്റ് ചെയ്ത് 2 പെട്ടിയാക്കുന്നതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇങ്ങനെ വിഭജിച്ചെങ്കിലേ കൂടുതൽ തേനീച്ച പെട്ടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. വിഭജിക്കാതിരുന്നാൽ പ്രത്യേകിച്ച് നേട്ടമില്ല, എന്നാൽ നഷ്ടമുണ്ട്. തേനീച്ച കോളനിയിൽ പുതിയ റാണീച്ച ഉണ്ടാവുകയും അതൊരു കൂട്ടം തേനീച്ചകളുമായി മറ്റൊരു കൂട് തേടി പോവുകയും ചെയ്യും. ആദ്യം നമ്മുടെ തേനീച്ച കോളനി എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അതിലെ ശക്തരായ തേനീച്ചകളെ ഇതുപോലെ പെട്ടിയിൽ കൊട്ടിക്കൊടുത്ത് ഒരു കുപ്പിയിലാക്കണം. ഇത് സൂചി കൊണ്ട് നിറയെ ഹോളുകൾ ഇട്ട കുപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ശക്തരായ ഈച്ചകൾ അവർ കുത്തില്ല എങ്കിലും അവരുടെ പരാക്രമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശേഷം പെട്ടി തുറന്ന് കൂട് ശക്തമാണെങ്കിൽ നമുക്ക് ഇത് വിഭജിക്കാം. നമ്മുടെ കൂട് അത്യാവശ്യം സ്ട്രോങ് ആയൊരു കൂട് തന്നെയായിരുന്നു. അത്യാവശ്യം തേനും ഉണ്ടായിരുന്നു. നാം ഇപ്രാവശ്യം തേനെടുക്കുന്നില്ല. ഇതാണ് കേട്ടോ തേനീച്ചക്കൂട്ടിലെ കാഴ്ചകൾ. തേനീച്ചക്കൂട്ടിൽ 3 അറകൾ ഉണ്ടായിരിക്കും. ഇത് പൂമ്പൊടി, ഇത് തേൻ സൂക്ഷിക്കുന്ന അറ, ഇത് തേനീച്ച മുട്ടകൾ. ഇത് തന്നെ 2 തരം ഉണ്ടാകും. അതിലെ കാപ്പി നിറമുള്ളത് പുതിയ മുട്ടയും വെള്ള നിറമുള്ളത് പഴയ മുട്ടയുമാണ്. ഈ 4-ൽ നിന്നും ഒരു വിഹിതം നാം പുതിയ തേനീച്ചപ്പെട്ടിയിലേക്ക് മാറ്റണം. അല്പം പൂമ്പൊടിയും തേനിൻ്റെ ഒരു കട്ടയും പഴയതും പുതിയതുമായ മുട്ടകളും എല്ലാം വെച്ച് പെട്ടി ഭദ്രമാക്കി. ഇനി നമ്മുടെ പുതിയ പെട്ടി പഴയ പെട്ടിയുടെ സ്ഥാനത്ത് വെച്ച് പഴയ പെട്ടി അല്പം വിട്ടുവെക്കുകയും ചെയ്തു. നാം കുപ്പിയിലാക്കി വെച്ച തേനീച്ചകളെ പെട്ടിയുടെ അടുത്ത് തുറന്നു വിടുകയും ചെയ്തു. ഇത് പിറ്റേ ദിവസമുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ പുതിയ തേനീച്ചക്കൂട് ആക്റ്റീവായിട്ടുണ്ട്. ഇത് പഴയ കൂടാണ്. ഇത് വിഭജിച്ചത് കൊണ്ട് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് ഒരു മാസത്തിന് ശേഷം നമുക്കറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ.